ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സ്കൂളിലേക്കും കോളേജിലേക്കും വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് അഴിച്ചുവെച്ചുകൊണ്ട് മാത്രമേ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാനാകൂ എന്നുള്ള നിർദ്ദേശങ്ങൾ സ്കൂൾ അധികൃതർ കോളേജിന്റെയും സ്കൂളിന്റെയും ഗേറ്റിൽ വെച്ച് തന്നെ വിദ്യാർത്ഥിനികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇതിൽ ചില വിദ്യാർത്ഥിനികൾ ഹിജാബ് അഴിച്ചുവെച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാറുണ്ട്. എന്നാൽ മറ്റു ചില വിദ്യാർത്ഥികൾ ഹിജാബ് അഴിച്ചു മാറ്റാൻ സമ്മതിക്കാതെ ക്ലാസ് റൂം ബഹിഷ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നുമുണ്ട്. ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത് വരെ വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജിലേക്ക് പോകരുത് എന്നുള്ള കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയെ തുടർന്നാണ് സ്കൂൾ അധികൃതർ സ്കൂൾ കവാടത്തിന് മുന്നിൽ വെച്ച് തന്നെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഹിജാബ് അഴിപ്പിച്ചു വെക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഹിജാബ് അഴിച്ചു വെക്കാൻ കോളേജ് അധികൃതർ നിർദ്ദേശം നൽകുമ്പോൾ അവർ പ്രധാനമായും പറയുന്നത് ഇത് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ്, ആ ഉത്തരവ് ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവൂ എന്നുള്ള കാര്യമാണ് സ്കൂൾ അധികൃതർ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ഹിജാബ് അഴിച്ചു മാറ്റാൻ വിസമ്മതിച്ച പെൺകുട്ടിയെ പ്രിൻസിപ്പാൾ മർദ്ദിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കർണാടക മംഗളൂരുവിലെ ചിത്രദുർഗ കോളേജിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കോളേജിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന മുസ്ലിം വിദ്യാർത്ഥിനിയോട് ഹിജാബ് അഴിച്ചു മാറ്റാൻ പ്രിൻസിപ്പാൾ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഹിജാബ് അഴിച്ചു മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന ഈ പെൺകുട്ടി നിലപാട് അറിയിച്ചതോടുകൂടി പ്രിൻസിപ്പാൾ ഈ വിദ്യാർത്ഥിനിയെ തല്ലി എന്നാണ് മറ്റ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കർണാടകയിൽ നടക്കുന്നത്. അതായത് കോളേജിൽ പ്രവേശിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളോട് ഹിജാബ് അഴിച്ചു മാറ്റാൻ കോളേജ് അധികൃതർ നിർദ്ദേശം നൽകുന്നത് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല വിധി അനുസരിച്ചാണ്. എന്നാൽ വിദ്യാർത്ഥിനികളെ ഹിജാബ് മാറ്റാത്തതിന്റെ പേരിൽ അടിച്ചത് എന്ത് കാരണത്തില് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഏതായാലും കർണാടക ചിത്രദുർഗ കോളേജിൽ ഹിജാബ് അഴിച്ചു മാറ്റാൻ വിസമ്മതിച്ച പെൺകുട്ടിയെ പ്രിൻസിപ്പാൾ തല്ലി എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിലെ വിദ്യാർത്ഥിനികൾ DC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹിജാബ് മാറ്റാത്തതിന് പെൺകുട്ടിയെ മർദ്ദിച്ച പ്രിൻസിപ്പാളിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ DC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വളരെ വലിയ പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. മുസ്ലിം വിദ്യാർത്ഥിനികളോട് ഹിജാബ് അഴിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുന്നത് അത് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണെന്ന് പറയാം. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ഹിജാബ് അഴിച്ചു മാറ്റാത്തതിന്റെ പേരിൽ അടിച്ചത് എന്നാണ് പ്രിൻസിപ്പാളിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.